Hi dear students, welcome to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 407 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2-ലെ 6th മൊഡ്യൂളിലെ 10th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹാർബറിലെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഫെസിലിറ്റിയെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു ലെക്ചറിനും വരുന്നത്. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോൾഫിൻസ് എന്താണ്, മൂറിങ്സ് എന്താണ്, ട്രാൻസിറ്റ് ഷെഡ്, വെയർ ഹൗസ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോൾഫിൻസ്. ദ കൺസ്ട്രക്ഷൻ ഇൻ ദ ഫോം ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് പൈൽസ് ഫോർ മൂറിങ് ഓഫ് ഷിപ്സ്. ഓക്കെ, അപ്പോൾ ഷിപ്സ്, വെസൽസ് അല്ലെങ്കിൽ ബോട്ട്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ലോഡിങ് അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് ടൈ ചെയ്യണം, അല്ലേ, കെട്ടിയിടണം, ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ മൂറിങ് ഓഫ് ഷിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസ്ലി സ്പേസ്ഡ് പൈൽസിൻ്റെ ഒരു ക്ലസ്റ്റർ, ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡോൾഫിൻസ് എന്ന് പറയുന്നത്. അതായത് ഷിപ്സ്, ബോട്ട്സ്, വെസൽസ് ഒക്കെ കെട്ടിയിടുന്ന ആ ഒരു പൈൽ സ്ട്രക്ചർ, അതിൻ്റെ ആ ഒരു ക്ലസ്റ്റർ കൂട്ടത്തിനെയാണ് നമ്മൾ ഡോൾഫിൻസ് എന്ന് പറയുന്നത്. ദ പൈൽസ് ആർ പുൾഡ് ടുഗദർ ആൻഡ് ടൈഡ് ബൈ എ കേബിൾ. ഇപ്പോൾ നമ്മളിവിടെ പൈൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ, നമ്മൾ ഇതുപോലെ ഒരു 4-5 പൈലിൻ്റെ ഗ്രൂപ്പായിരിക്കും. ഇതിന് നമ്മൾ ഒരുമിച്ച് ടൈ ചെയ്ത് അത് ഒറ്റ ഗ്രൂപ്പാക്കി കേബിൾ വെച്ച് ടൈ ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്. എങ്കിലേ അതിന് അത്രയും സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ. They are used for tying up ships and also for transferring cargoes from one ship to another when moved along both of their sides. അപ്പോൾ എന്തിനാണ് ഈ ഡോൾഫിൻസ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഷിപ്സിനെ ടൈ ചെയ്യാൻ വേണ്ടി, കെട്ടിയിടാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലാണ് ഷിപ്സ് വെച്ചേക്കുന്നത്, അപ്പോൾ നമുക്ക് അതിനെ ടാഗ് ചെയ്തിട്ടില്ല, കെട്ടിയിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷിപ്സിനെയൊക്കെ ഒന്ന് ടൈ ചെയ്ത് റെഡിയാക്കണം, കാർഗോസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മൂവ് ചെയ്യിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. They are designed to withstand horizontal impact force, wind force and water current force from the vessel. അപ്പോൾ ഈ ഒരു ഡോൾഫിൻസ് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ വെസലിൽ നിന്ന് ഉള്ള ഹൊറിസോണ്ടൽ ഇമ്പാക്ട് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു തൂണിലാണ് നമ്മൾ ഷിപ്പ് കെട്ടുന്നതെങ്കിൽ ഇവിടെയാണ് നമ്മുടെ വെസൽ വരുന്നത്, അല്ലേ. വെസലിൻ്റെ പോയിന്റ് നമ്മൾ ഇതുമായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വെസൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് ചിലപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഹൊറിസോണ്ടൽ ഇമ്പാക്ട് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യണം. അതേപോലെ വിൻഡ് ഫോഴ്സ്, കടൽ തീരത്തടിക്കുന്ന വിൻഡ് ഫോഴ്സ്, അതേപോലെ വാട്ടർ കറണ്ട് ഫോഴ്സ് ഫ്രം വെസൽ, ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഡോൾഫിൻസിനെയൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഇത് ഈ കാണുന്നതാണ് ഡോൾഫിൻസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് പൈലാണ്. അതിനെ നമ്മൾ ടാഗ് ചെയ്തിട്ടായിരിക്കും വെച്ചേക്കുന്നത്. അത് കേബിൾ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ചെയിനും ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെസൽ അല്ലെങ്കിൽ ഷിപ്പിൽ നിന്നുള്ള ആ ഒരു റോഡിനെ നമ്മളത് ഇതുമായിട്ട് ചെയ്ത് കണക്ട് ചെയ്തങ്ങ് വെച്ചേക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ടാഗ് ചെയ്യാം. അപ്പോൾ ഷിപ്പ് വെസൽ നമ്മൾ ഇവിടെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നതെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ടും കെട്ടും, ഒരെണ്ണം ഇങ്ങോട്ടും കെട്ടും. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫെൻഡേഴ്സ്. ഓക്കെ, ഫെൻഡേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഫെൻഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ക്വേ ഒക്കെ പഠിച്ചായിരുന്നു, അല്ലേ. ക്വേ വാൾസും ക്വേ ഒക്കെ പഠിച്ചായിരുന്നു. ഇപ്പോൾ ക്വേ അല്ലെങ്കിൽ നമ്മൾ ഈ ജെട്ടീസൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ബോട്ടിൻ്റെ അല്ലെങ്കിൽ ഷിപ്പിൻ്റെ സൈഡിൽ ഇതുപോലത്തെ റബ്ബർ ടയർ നമ്മൾ തൂക്കിയിടും. അതേപോലെ നമ്മുടെ ഈ ക്വേ വാൾസിൻ്റെ സൈഡിൽ ഇതിവിടെ നമ്മൾ റബ്ബർ ടയേഴ്സൊക്കെ ഫെൻഡേഴ്സൊക്കെ യൂസ് ചെയ്യും. ഇതെന്തിനാണ്, നമ്മുടെ ഈ ഷിപ്പ് വന്നിട്ട് അല്ലെങ്കിൽ ഈ വെസൽ വന്നിട്ട് നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെയും ഗുഡ്സിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡ് ചെയ്യുക അൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ വെള്ളത്തിൻ്റെ ഈ തിരമാലയുടെ ആക്ഷൻ കൊണ്ട് ഷിപ്പ് ഇങ്ങോട്ടേക്ക് വന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഷിപ്പിൻ്റെ ബോഡിയും അതേപോലെ നമ്മുടെ ഈ ഒരു സ്ട്രക്ചറും ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട്, ഷോക്കിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിനെയാണ് ഫെൻഡേഴ്സ് എന്ന് പറയുന്നത്. അത് തന്നെ നമ്മൾ ഈ ഷിപ്സിൻ്റെ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ സാധാരണ കാണുന്ന ടയർ, നമ്മൾ ഷിപ്പിൻ്റെയും ബോട്ടിൻ്റെയൊക്കെ സൈഡിൽ ടയർ തൂക്കിയിട്ടേക്കുന്നതാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സൈഡ് എവിടെയെങ്കിലും പോയി ഇടിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി, ഷോക്കിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റബ്ബർ ടയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഫെൻഡേഴ്സ് എന്ന് പറയുന്നത്. Fenders. A fender is a form of cushion provided on face of quay wall or on vessel itself for ships to come in contact. ഓക്കെ, അപ്പോൾ ഫെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്യുഷനാണ്. ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്വേ വാൾസ്, നമ്മൾ ഷിപ്പ് ലോഡിങ് അൺലോഡിങ്ങിന് വേണ്ടി നിർത്തുന്ന ആ വാൾസ്, ക്വേ വാൾസിൻ്റെ സൈഡിൽ നമ്മളിത് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ഷിപ്പിൻ്റെയും ബോട്ടിൻ്റെയൊക്കെ വെസലിൻ്റെയൊക്കെ സൈഡിൽ നമ്മളിത് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സിനെ എന്താ പറയുക,
ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്, ഇമ്പാക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഫെൻഡേഴ്സ് ക്യാൻ ബി മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇൻ വേരിയസ് ഫോം. ഫെൻഡേഴ്സ് പല മെറ്റീരിയൽ വെച്ചുണ്ടാക്കാം. റബ്ബർ വെച്ചിട്ടുണ്ടാകാം, ടിമ്പർ വെച്ചിട്ടുണ്ടാകാം, സ്പ്രിങ് ആക്ഷൻ വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഫെൻഡേഴ്സ് അവൈലബിൾ ആണ്. ഇറ്റ് അബ്സോർബ്സ് ദ ഇമ്പാക്ട് ഓഫ് ഷിപ്പ് ആൻഡ് പ്രൊട്ടക്ട് ദം ഫ്രം ഡാമേജ്. അപ്പോൾ ഷിപ്സ് തമ്മിൽ ഹിറ്റ് ചെയ്യുന്നതും ഷിപ്സ് വാൾസിലേക്കും പിയേഴ്സിലേക്കൊക്കെ ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് ഷിപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫെൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഫെൻഡേഴ്സ്. ഇപ്പോൾ ഗുഡ് ഫെൻഡറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം? ദേ ഷുഡ് ഹാവ് ഹൈ കപ്പാസിറ്റി ഫോർ അബ്സോർബിങ് എനർജീസ് ഡ്യൂറിങ് ബർത്തിങ് ഓഫ് ഷിപ്പ്. ഒരു ഷിപ്പ് ഒന്ന് ബർത്ത് ചെയ്യുന്ന സമയത്ത്, സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഷിപ്സിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഷിപ്പിൽ നിന്ന് അതിൻ്റെ സൈഡിലുള്ള വാളിലേക്കോ അല്ലെങ്കിൽ ഷിപ്പ് തമ്മിലോ ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ള രീതിയിൽ നല്ല കപ്പാസിറ്റി ഉള്ള ഫെൻഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ. ദേ ഷുഡ് ബി സിമ്പിൾ ഇൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് ഈസിലി റിപ്ലേസബിൾ. ഫെൻഡേഴ്സിൻ്റെ ഡിസൈൻ വളരെ സിമ്പിളായിരിക്കണം, അതുപോലെ മാനുഫാക്ചറിങ് എളുപ്പമായിരിക്കണം, അതേപോലെ ചീത്തയായ ഫെൻഡേഴ്സിനെ നമുക്ക് പെട്ടെന്ന് റിപ്ലേസ് ചെയ്യാൻ പറ്റണം. യൂഷ്വലി നമ്മൾ ടയർ ഒരു റോപ്പിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കും. അപ്പോൾ അത് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഡാമേജ് ആയി പോകും. അപ്പോൾ തന്നെ നമുക്ക് ടയർ മാറ്റിയിട്ട് അടുത്ത ടയർ നമുക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഇറ്റ് മസ്റ്റ് ബി ഏബിൾ ടു റെസിസ്റ്റ് ടാൻജൻഷ്യൽ ഫോഴ്സ് എഫക്റ്റീവ്. അപ്പോൾ ഈ ഷിപ്പിൻ്റെ ടാൻജൻഷ്യൽ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യണം ഈ ഒരു ഫെൻഡേഴ്സ്. ഷുഡ് നോട്ട് ബി ഈസിലി ഡാമേജ് ഡ്യൂറിങ് ബർത്തിങ്. ഈ ബർത്തിങ് ഉണ്ടാകുന്ന സമയത്ത് അത് പെട്ടെന്ന് ഡാമേജ് ആയി പോകരുത്. ഒറ്റ ഹിറ്റിങ്ങിൽ തന്നെ ഡാമേജ് ആയി പോകുന്ന മെറ്റീരിയൽസ് ഒന്നും നമ്മുടെ അടുത്ത് യൂസ് ചെയ്യരുത്. ദേ ഷുഡ് നോട്ട് ഡാമേജ് ഷിപ്സ് ഹൾ. ഷിപ്പിൻ്റെ ബോഡിയാണ് ഹള്ളെന്ന് പറയുന്നത്. ഇപ്പോൾ ഷിപ്പിൻ്റെ ഈ സൈഡിൽ നമുക്ക് ഹള്ളെന്ന് പറയാം. ഇതൊന്ന് ഹിറ്റ് ചെയ്യും, ഷിപ്പിൻ്റെ ഹള്ളിന് ഡാമേജ് ചെയ്യുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റീൽ ഫെൻഡർ യൂസ് ചെയ്ത് എങ്ങനെ ഇരിക്കും? അതിനകത്ത് സ്പ്രിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഷിപ്പിൻ്റെ ബോഡി അത് അഫക്റ്റ് ചെയ്യും. നേരെ മറിച്ച് റബ്ബർ കുഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റബ്ബറിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ ബോഡിക്കും പ്രത്യേകിച്ച് ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഷിപ്പിൻ്റെ ഹള്ളിനെ ഡാമേജ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒന്നും എടുത്ത് യൂസ് ചെയ്യരുത്. ടിമ്പർ പൈൽ ഫെൻഡേഴ്സ് വിത്ത് സ്പ്രിംഗ്. അപ്പോൾ നമ്മൾ ടിമ്പർ പൈൽ ഫെൻഡേഴ്സാണ് മെയിനായിട്ട് വലിയ ഷിപ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് വെച്ചാൽ ഇതാണ് ഡോക്ക് വാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വേ വാൾസ് എന്നൊക്കെ പറയാം. അതായത് ഷിപ്പ് ഒരു വെസൽ വന്ന് കിടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ വെസൽ വരുമ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ വാളിലേക്ക് ഹിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഹിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിൽ ഇതേപോലത്തെ ഒരു സ്പ്രിങ് ആക്ഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആ ഒരു ടിമ്പർ ഫ്രെയിം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ആദ്യം ടിമ്പറിലായിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. ടിമ്പറിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്പ്രിങ് പ്രസ് ആവും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ഷോക്കിനെയൊക്കെ ഈ സ്പ്രിങ് അങ്ങ് അബ്സോർബ് ചെയ്തെടുത്തോളും. ആ ഒരു മെക്കാനിസമാണ് നമ്മൾ ടിമ്പർ പൈൽ സ്പ്രിങ് മെക്കാനിസത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാർഗോസ്, ഷിപ്പിൽ നിന്നുള്ള കാർഗോസും ആൾക്കാരെയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സേഫായിട്ട് ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഇതാണ് ആ ഒരു ടിമ്പർ ഫൈൽ ഫ്രെയിം വർക്കിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. ഇതേപോലത്തെ ഒരു ടിമ്പർ ഫ്രെയിം ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഷോക്ക് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പ്രിങ്ങും ഉണ്ടാവും. ഇവിടെയാണ് ശരിക്കും പറഞ്ഞത് ഇതാണ് നമ്മുടെ ക്വേ വാൾ. അപ്പോൾ അതിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ഫെൻഡറിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെസൽ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് അങ്ങോട്ടേക്ക് അബ്സോർബ് ആയിട്ട് ആ വെസലിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടുള്ള ലോഡ് മുഴുവൻ ഇതിനകത്തുള്ള സ്പ്രിങ് അങ്ങ് ക്യാരി ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് വെസലിൽ നമ്മുടെ ആ ഒരു വാൾസും സേഫ് ആക്കാൻ പറ്റും. ടൈപ്സ് ഓഫ് ഫെൻഡേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, ടിമ്പർ പൈൽ ഫെൻഡർ, റബ്ബർ ഫെൻഡർ, ന്യൂമാറ്റിക് ഫെൻഡർ. അപ്പോൾ ടിമ്പർ പൈൽ ഫെൻഡറിൽ നമ്മൾ ടിമ്പറിൻ്റെ കൂടെ സ്പ്രിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റബ്ബർ ഫെൻഡർ എന്ന് പറയുമ്പോൾ റബ്ബർ പാഡ്സോ ട്യൂബ്സോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, നമ്മുടെ ടയറൊക്കെ. ന്യൂമാറ്റിക് ഫെൻഡർ എന്ന് പറയുമ്പോൾ ടയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. റബ്ബർ ടയറാണ്, പക്ഷേ അതിനകത്ത് നമ്മൾ എയർ ബ്ലോ ചെയ്ത് വെക്കും കുറച്ചുകൂടി എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്. റബ്ബർ ടയറിൻ്റെ അകത്ത് നമ്മൾ കബ്ബർസ്റ്റ് എയർ കടത്തി വിടും. അപ്പോൾ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ആ എയർ ആയിരിക്കും അതിൻ്റെ അകത്ത് ഷോക്ക് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വുഡൻ അല്ലെങ്കിൽ ടിമ്പർ ഫെൻഡർ. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് വുഡൻ ഫെൻഡർ ആർ ഇൻ ദ ഫോം ഓഫ് എ ഹൊറിസോണ്ടൽ വുഡൻ മെമ്പർ. ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ഫ്രെയിം ആയിട്ടുള്ള ഇതാണ് സാധാരണ നമ്മൾ വുഡൻ ഫെൻഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദേ അബ്സോർബ് എനർജി ബിക്കോസ് ഓഫ് ദ ഡിഫ്ലക്ഷൻ വെൻ ദേ സ്റ്റക്ക് ബൈ ഷിപ്പ്. ഒരു ഷിപ്പോ വെസലോ വന്ന് സ്റ്റക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള എനർജി അത് ഡിഫ്ലക്ഷൻ വഴിയാണ് അബ്സോർബ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ സ്പ്രിങ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്പ്രിങ് ഈ ഷോക്കിനൊക്കെ അബ്സോർബ് ചെയ്തെടുത്തോളും. രണ്ടാമത്തെ റബ്ബർ ഫെൻഡേഴ്സ്. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് റബ്ബർ ഫെൻഡേഴ്സ് ആർ റബ്ബർ ടയേഴ്സ് ഹങ് ഓവർ ദ സൈഡ് ഓഫ് എ ഡോക്ക്. ഓക്കെ, ഇപ്പോൾ റബ്ബർ ഫെൻഡേഴ്സിൻ്റെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ റബ്ബർ ടയേഴ്സ് ആണ്. ഇതുപോലത്തെ റൗണ്ടഡ് ടയർ യൂസ് ചെയ്യാം, നമ്മുടെ സാധാരണ ടയറും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഇതാണ് ക്വേ വാൾ വരുന്നത്. ക്വേ എന്ന് പറയുന്നത് ഇതാണ്. ക്വേ വാൾ എന്ന് പറയുമ്പോൾ ഇതാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെയാണ് വെസൽ വന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വന്ന് ഹിറ്റ് ചെയ്യുന്ന പോർഷനിലെല്ലാം നമ്മൾ ഇതുപോലത്തെ റബ്ബർ ടാഗ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്.
ഇത് ആദ്യം വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഈ റബ്ബറിലായിരിക്കും. അപ്പോൾ റബ്ബർ അത് ഷോക്ക് അബ്സോർബ് ചെയ്ത് കിട്ടും. Rubber fenders are supported by wire ropes attached to eye-bolt set in concrete dock wall. അപ്പോൾ റബ്ബർ ഫെൻഡേഴ്സൊക്കെ നമ്മളൊരു വയർ റോപ്പ് വെച്ച്, ചെയിൻ വെച്ചിട്ടോ വയർ റോപ്പ് വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും അത് തമ്മിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതിനെ കോൺക്രീറ്റ് ഡോക്കിലേക്ക് ഐ ബോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വുഡൻ ഫെൻഡർ എന്ന് പറയുന്നത്. ഇതൊരു വുഡൻ ബ്ലോക്കാണ്. ഇതിൻ്റെ പുറകിൽ നമുക്ക് സ്പ്രിങ് ആക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇത് ഷോക്ക് അബ്സോർബ് ചെയ്തിട്ട് പൊക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വേ വാൾ എന്ന് പറയുന്നത്. ഇതും സേഫ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു വെസലിൻ്റെ സൈഡും സേഫ് ആയിരിക്കും. ഇത് റബ്ബർ ഫെൻഡർ ഒരു ടൈപ്പ് ഓഫ് ഷേപ്പാണ്. ഇത് നമ്മുടെ ഡോക്ക് വാൾ അല്ലെങ്കിൽ ക്വേ പ്ലാറ്റ്ഫോമാണ്. ഇതാണ് അതിൻ്റെ വാൾ വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ യു ഷേപ്പിൽ റബ്ബർ ഫെൻഡേഴ്സ്, റബ്ബർ പാഡ്സ് ഫിക്സ് ചെയ്യും. റബ്ബർ പാഡ്സ് നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഒരു ഷിപ്പ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷോക്ക് അബ്സോർബ് ചെയ്തെടുത്തോളും. ഇത് അടുത്ത ടൈപ്പ് ഓഫ് റബ്ബർ ഫെൻഡേഴ്സാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലത്തെ നമ്മൾ ചെയിൻ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ബോൾട്ട് ചെയ്താണ് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ സിമ്പിൾ ടൈപ്പ് ഓഫ് റബ്ബർ ഫെൻഡേഴ്സ്. സാധാ ടയറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഇച്ചിരി സ്പേസിങ് ഇട്ടിട്ട് നമ്മൾ അതിൽ ഇവിടെ ഒരു ഷിപ്പ് വന്ന് ഡോക്ക് ചെയ്യാം, ഇവിടെ ഡോക്ക് ചെയ്യാം, ഇവിടെ ഡോക്ക് ചെയ്യാം. ഡോക്ക് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ബെർത്ത് ചെയ്യാം. അടുത്തത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ന്യൂമാറ്റിക് ടൈപ്പാണ് അല്ലേ. ന്യൂമാറ്റിക് ടൈപ്പ് ഫെൻഡറാണ്. ഈ ന്യൂമാറ്റിക് ടൈപ്പ് ഫെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലത്തെ ഒരു റബ്ബറിൻ്റെ ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഈ റബ്ബറിൻ്റെ ട്യൂബിൻ്റെ അകത്ത് നമ്മൾ എയർ, കംപ്രസ്ഡ് എയറിനെ കൂടി ഫില്ല് ചെയ്യും. കംപ്രസ്ഡ് എയറിനെ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു വെസൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എയറിൻ്റെ ഒരു അഡീഷണൽ കപ്പാസിറ്റി ഉണ്ട്. ഇതൊരിക്കലും വന്നിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല. സാധാരണ നമ്മളൊരു എം ടി ടയർ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റ് ചെയ്താൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഈ വാളിലേക്കും വരും. നേരെ മറിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഇപ്പോൾ ബലൂൺ, ഫോർ എക്സാമ്പിൾ ഒരു ബലൂൺ നമ്മൾ അതിൻ്റെ അകത്ത് എന്താണ് ഒരു എയർ നിറച്ച് വെച്ചേക്കുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയറിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇത് തിരിച്ച് റീബൗണ്ട് ചെയ്തോളൂ. അപ്പോൾ വെസലിനോ വാളിനോ ഒന്നും സംഭവിക്കത്തില്ല. അടുത്തത് മൂറിങ്. എന്താണ് മൂറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂറിങ് റെഫേഴ്സ് ടു എനി പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ് ടു വിച്ച് എ വെസൽ മേ ബി സെക്യൂർഡ്. ഓക്കെ, മൂറിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനൻറ്റ് സ്ട്രക്ചറാണ്. നമ്മുടെ വെസലിനെ നമ്മൾ സെക്യൂർ ആയിട്ട് ടാഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പെർമനൻറ്റ് സ്ട്രക്ചറിനെയാണ് മൂറിങ് എന്ന് പറയുന്നത്. ഇനി ആ മൂറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ വെസലിനെ നമ്മളതിൻ്റെ മൂവ്മെൻറ്റ്, നമ്മളിപ്പോൾ എന്താ പറയുക ലോഡിങ് അൺലോഡിങ്, ആൾക്കാരെയൊക്കെ ഇറക്കാനും വെഹിക്കിൾസൊക്കെ ഇറക്കാനും കയറ്റാനും ഒക്കെ ഉള്ള സമയത്ത് നമ്മളങ്ങനെ ടാഗ് ചെയ്ത് നിർത്തും, കെട്ടി നിർത്തും. ആ കെട്ടുന്ന ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ മൂറിങ്സ്, ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ മൂറിങ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ആ ഒരു അപ്പാരറ്റസിനെയാണ് നമ്മൾ മൂറിങ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഡിവൈസസ് പ്രൊവൈഡഡ് വെൻ ആങ്കറേജ് വാട്ടർ ഈസ് ലിമിറ്റഡ്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയും ഒരു ഷിപ്പ് നങ്കൂരം ഇടുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആങ്കറേജ് വാട്ടർ ലിമിറ്റഡ് ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു മൂറിങ് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂറിങ്സ് ആർ നെസസറി ഈവൻ ഇഫ് ബെർത്തിങ് ഫെസിലിറ്റീസ് ആർ നോട്ട് അവൈലബിൾ. ഇൻ സച്ച് കേസസ് പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോസ് ആർ ഡിസ്ചാർജ്ഡ് ടു ബാർജസ് ഫോർ ടേക്കിംഗ് ദ സെയിം റൈറ്റ് അപ് ടു കോസ്റ്റ്. അപ്പോൾ നമുക്ക് ബെർത്തിങ് ഫെസിലിറ്റി അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ മൂറിങ്സ് നെസസറിയാണ്, നമ്മൾ ടാഗ് ചെയ്ത് നിർത്തേണ്ടി വരും. എ ഷിപ്പ് ഈസ് സെക്യൂർഡ് ടു എ മൂറിങ് ടു ഫോർസ്റ്റോൾ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഷിപ്പ് ഓൺ ദ വാട്ടർ. അതിൻ്റെ ഒരു ഫിഗർ ഞാൻ ആദ്യം കാണിക്കാം. ഇതാ ഈ രീതിയിൽ ഷിപ്സിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് എവിടെയെങ്കിലും പൊസിഷനിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ മൂറിങ്സിൽ നമുക്ക് അതിനെ ടാഗ് ചെയ്ത് നിർത്താം. ഷിപ്പിൻ്റെ ആ ഒരു ഇതിനെ നമ്മൾ ടാഗ് ചെയ്ത് നിർത്താം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫർദർ ഒഴുകിപ്പോക്ക് നമുക്ക് നിർത്താൻ പറ്റും. വാട്ടറിൻ്റെ വേവ്സ് കൊണ്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതല്ലാതെ നമുക്ക് ഓഫ് ഷോർ മൂറിങ്സ് ഉണ്ട്. ഓഫ് ഷോർ മൂറിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ കെട്ടി നിർത്താൻ. അപ്പോൾ ഇതേപോലത്തെ വാൾസിൻ്റെ മുകളിൽ ഇതേപോലെ നമുക്കൊരു അപ്പാരറ്റസ് കാണും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഷിപ്പിൽ നിന്നുള്ള റോപ്പിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ടാഗ് ചെയ്തിട്ട് അങ്ങ് കെട്ടി നിർത്തും. Also, a vessel in distress may require shelter in a harbor. Anchorage area for mooring should be sufficiently deep and it must be out of path of approach channel. If anchorage area is limited, ships are then made to wait by tying them to moorings. Okay. അതായത് ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിലായിരിക്കും ഈ ഒരു മൂറിങ് ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൂറിങ്ങിനെ താഴ്ത്ത് നല്ല രീതിയിൽ നല്ല ഡെപ്തിൽ ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
അതിൻ്റെയൊക്കെയാണ് നമ്മുടെ ഷിപ്പിനെ നമ്മൾ ടാഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഷിപ്പിന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ പറ്റിയ രീതിയിൽ നല്ല ഡെപ്ത് ഉണ്ടാവണം. അതേപോലെ ഈ ഒരു പോയിന്റ് ഷിപ്സിനെ മൂവ് ചെയ്ത് നിർത്തുന്ന ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോച്ച് ചാനലൊന്നും ആയിരുന്നു, ഹാർബറിലേക്ക് എൻട്രി ചെയ്യുന്ന അപ്രോച്ച് ചാനലൊന്നും ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റ് ഷിപ്സിനൊക്കെ ഇതൊരു ഡിസ്റ്റർബൻസ് ആവും. അടുത്തത് ഓഫ് ഷോർ മൂവിങ്. ഓഫ് ഷോർ മൂവിങ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലാണ് നമ്മൾ അതിനെ മൂവ് ചെയ്യുന്നത്, ടാഗ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓഫ് ഷോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയിലേക്ക് നമ്മൾ ടാഗ് ചെയ്ത് നിർത്തുന്ന ഒരു. ഇറ്റ് ഈസ് സംടൈംസ് നോട്ട് ഫീസിബിൾ ഓർ എക്കണോമിക്കൽ ടു കൺസ്ട്രക്ട് എ ഡോക്ക് ഓർ ടു പ്രൊവൈഡ് പ്രൊട്ടക്റ്റഡ് harbor. The averages provided under such circumstances are offshore moorings. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു ഡോക്ക് കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റഡ് ഹാർബറിൽ നമുക്ക് അതിനെ ടാഗ് ചെയ്ത് നിർത്താനോ ഉള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഷിപ്പ് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫ് ഷോർ മൂറിങ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. Made of number of anchorage units, each unit consists of one or more anchors, chains, sinkers, buoys to which ship will attach its mooring lines. ഓക്കെ, അപ്പോൾ ഓഫ് ഷോർ മൂറിങ് എന്ന് വെച്ചാൽ ഇതേപോലെയാണ് ഒരു സീരീസ് ഓഫ് കുറേ എക്യുപ്മെൻറ്റ്സ് ഇതുപോലെ നമ്മൾ നമ്മുടെ ലോഡിങ് അൺലോഡിങ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഷിപ്പ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പല പോയിന്റിൽ നിന്നുള്ള കയറുകൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ടാഗ് ചെയ്യും. ബാക്കിൽ നിന്നുള്ള കയർ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഇങ്ങനെ ടാഗ് ചെയ്ത് നമ്മൾ അതിനെ ആങ്കർ ചെയ്ത് നിർത്തും. മൂറിങ് ഓക്കെ, അപ്പോൾ ഈ മൂറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീസ് ആണ് ഇനി അടുത്ത പറയുന്നത്. ഒന്നാമത്തത് ബൊള്ളാർഡ്സ്. ദിസ് ഈസ് fastened to single or double bollards which are located along the face of the dock 15 to 27 meter apart with the help of ship lines such as bow, stern lines, spring, breast lines, etc. അപ്പോൾ നമുക്ക് ഈ മൂറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്സസറീസ് ആണ്. അപ്പോൾ മൂറിങ് എന്ന് വെച്ചാൽ ആ ഷിപ്പിനെ ആങ്കർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ മൂറിങ് എന്ന് പറയുന്നത്, അല്ലേ, അല്ലെങ്കിൽ ബെർത്ത് ചെയ്ത് നിർത്തുന്ന ഒരു പ്രോസസ്സിന്. അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആകുന്ന ആക്സസറീസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബൊള്ളാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ഷിപ്പിൽ നിന്നുള്ള ടാഗ് ലൈൻസ് നമ്മൾ ചെയിൻസോ അല്ലെങ്കിൽ റോപ്പോ നമ്മൾ ടാഗ് ചെയ്ത് നിർത്തുന്നത്. ഇത് യൂഷ്വലി നമ്മുടെ ആ ഒരു ലോഡിംഗ് പ്ലാറ്റ്ഫോം, അതിനാണ് നമ്മൾ ഡോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിപ്പയറിംഗ് പ്ലാറ്റ്ഫോം, അതിലേക്കാണ് നമ്മൾ ടാഗ് ചെയ്ത് നിർത്തുന്നത്. അതൊരു 50-27 മീറ്റർ അപ്പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഇതിനെ സ്പേസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഷിപ്പിൻ്റെ ബോയോ അല്ലെങ്കിൽ സ്റ്റെർ ലൈനോ സ്പ്രിങ്ങോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് കണക്ട് ചെയ്ത് നിർത്തുന്നത്. അടുത്തതിനെ നമ്മൾ ചോക്ക് എന്ന് പറയും. ഓപ്പൺ ഓർ ക്ലോസ്ഡ് ചോക്സ് ആർ യൂസ്ഡ് ഫോർ ഡയറക്റ്റിംഗ് ലൈൻസ് ഓൺ ടു കറണ്ട് പോസ്റ്റ്, അവോയ്ഡിങ് ദ ലൈൻസ് ഫോർ റബ്ബിംഗ് എഗെയിൻസ്റ്റ് ഷാർപ്പ് എഡ്ജസ്. അപ്പോൾ ഇത് നമ്മൾ ചോക്സ് ആണ് ഉപയോഗിക്കുന്നത്. ചോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്പ് ഉണ്ട്. ഓപ്പൺ ചോക്സും ഉണ്ട്, ക്ലോസ്ഡ് ചോക്സും ഉണ്ട്. ഓക്കെ, ഇത് ഈ കാണുന്ന പോലത്തെ ഓപ്പണിങ്സിന് നമ്മൾ ചോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെസലിൻ്റെ അകത്താണ്. ഇപ്പോൾ ഒരു ടാഗ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടും, അടുത്ത ടാഗ് നമ്മൾ കരയിലേക്ക് ചിലപ്പോൾ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ വെച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ അകത്തേക്ക് അടുത്ത ടാഗ് ഇടും. ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ക്ലോസ്ഡ് ടാഗ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ റോപ്പിനെ കെട്ടി നിർത്തേണ്ടി വരും. ഇതാണ് ഓപ്പൺ ടാഗ്. അപ്പോൾ നമ്മൾ കെട്ടി വെച്ചേക്കുന്ന റോപ്പിന് ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്തിട്ടാൽ മതി. ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് സ്റ്റോറിങ് ഫെസിലിറ്റിയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരുപാട് കാർഗോസൊക്കെ ഹാർബറിലേക്കൊക്കെ വരും. അപ്പോൾ അതിലൊക്കെ അപ്പോൾ എല്ലാ ഹാർബറിലും പോർട്ടിലും അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ വേണം. കാരണം ഒരു വലിയൊരു ഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഗുഡ്സ് കാർഗോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ഉടനെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ഫാക്ടറീസിലും അതിൻ്റെ പ്ലേസസിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതേ സമയങ്ങളിൽ നമുക്ക് ആ ഒരു ഹാർബറിൽ സ്റ്റോറിങ് ഫെസിലിറ്റീസ് വേണം. അപ്പോൾ സ്റ്റോറിങ് ഫെസിലിറ്റി ആയിട്ട് നമുക്ക് 2 ടൈപ്പ് ഷെഡുകളാണ് ഉള്ളത്. ഒന്ന് ട്രാൻസിറ്റ് ഷെഡ്, രണ്ടാമത്തെ വെയർ ഹൗസ്. ട്രാൻസിറ്റ് ഷെഡ് എന്ന് വെച്ചാൽ ഗുഡ്സ് ആർ ബീങ് സ്റ്റോർഡ് ഫോർ ഷോർട്ട് പീരീഡ്, കുറച്ച് നാളത്തേക്ക്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്നൊരു ഗുഡ്സ് വന്നു, നമ്മൾ അതിനൊന്ന് സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് നിർത്തുന്നതാണ് ട്രാൻസിറ്റ് ഷെഡ് എന്ന് പറയുന്നത്. വെയർ ഹൗസ് എന്ന് വെച്ചാൽ ഗുഡ്സ് ആർ ബീങ് സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ്. ചിലപ്പോൾ നമ്മളൊരു ഗുഡ്സ് വന്നു, പക്ഷെ അത് ബൾക്കായിട്ടുള്ള ഒരു ഗുഡ്സ് ആയിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴല്ല, ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് അത് പതുക്കെ ഓരോ സ്ഥലങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണെങ്കിൽ നമ്മളതിനെ വെയർ ഹൗസ് എന്ന് പറയും. അത് വെയർ ഹൗസിലേക്കായിരിക്കും നമ്മളതിനെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം നമുക്ക് ഗുഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രാൻസിറ്റ് ഷെഡും, ലോങ് പീരീഡിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് വെയർ ഹൗസുമാണ് ഉള്ളത്. ട്രാൻസിറ്റ് ഷെഡ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹാർബറിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇതേപോലെ കുറേ
ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ആയിട്ട് കാണും. അതിനാണ് നമ്മൾ ട്രാൻസിറ്റ് ഷെഡ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും ആ ഒരു ഹാർബറിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും. ഷെഡ്സ് ഓഫ് 1 or 2 സ്റ്റോറി ഇൻ ഹൈറ്റ്. ഇത് യൂഷ്വലി ട്രാൻസിറ്റ് ഷെഡ് എന്ന് വെച്ചാൽ 1 സ്റ്റോറിയോ 2 സ്റ്റോറിയോ ബിൽഡിംഗ് ആയിരിക്കും വരുന്നത്. ഫ്ലോർ ഏരിയ ഡിനോട്ടഡ് ടു ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് കാർഗോസ് റിക്വയറിംഗ് പ്രൊട്ടക്ഷൻ. ഇപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വെസലിൽ നിന്ന് വന്ന് നമ്മൾ അൺലോഡ് ചെയ്തേക്കുന്ന കാർഗോനെ ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന കാർഗോസിനെ അടുത്ത വരുന്ന ഷിപ്പിലേക്ക് കയറ്റി ലോഡ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ ട്രാൻസിറ്റ് ഷെഡ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് കാർഗോസ് ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടി മാത്രം കാർഗോസ് സ്റ്റോർ ചെയ്യാനാണ് ട്രാൻസിറ്റ് ഷെഡ് യൂസ് ചെയ്യുന്നത്. ഷുഡ് ബി അഡ്ജസൻറ്റ് ടു ക്വേ. ഇപ്പോൾ നമ്മുടെ ഹാർബറിൻ്റെ ക്വേ എന്ന് പറയുന്ന ആ പോർഷൻ, ആ ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം, ലോഡിങ് അൺലോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്വേ പ്ലാറ്റ്ഫോമിന് തൊട്ടടുത്തായിരിക്കണം ഈ ഒരു ട്രാൻസിറ്റ് ഷെഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഷുഡ് ഹാവ് ഹൈ കപ്പാസിറ്റി ഫോർ സ്റ്റോറിങ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് കാർഗോസ് അറ്റ് സെയിം ടൈം. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു ഷിപ്പ് വരും, അപ്പോൾ അതിലേക്ക് നമുക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യേണ്ടി വരും. അതേപോലെ അതേ സമയത്ത് തന്നെ ചിലപ്പോൾ അടുത്ത ഒരു ഷിപ്പ് നമുക്ക് ലോഡിങ് അൺലോഡിങ് ചെയ്യാനൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ ഒരേ സമയത്ത് ഹൈ കപ്പാസിറ്റിയിൽ ഇൻകമിങ് ഗുഡ്സിനെ സ്റ്റോർ ചെയ്യാനും ഔട്ട് ഗോയിങ് കാർഗോസിനെ ഷിപ്പിലേക്ക് കയറ്റാനും വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ഈ ട്രാൻസിറ്റ് ഷെഡിലുണ്ടാവും. ക്ലീൻ ഹൈറ്റ് ഈസ് അപ് ടു 6 to 7 മീറ്റർ. ഈ ഒരു ട്രാൻസിറ്റ് ഷെഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി 6 to 7 മീറ്റർ ഹൈറ്റാണ് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ട്രാൻസിറ്റ് ഷെഡാണ്. നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ സീഷോർ. ഇപ്പോൾ സീഷോറിൻ്റെ ക്വേ വാള് തൊട്ടടുത്താണ്. ഈ കാണുന്നതാണ് നമ്മുടെ ക്വേ എന്ന് പറയുന്ന പോർഷൻ. അതിന് തൊട്ടടുത്തൊരു റോഡുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മൾ ഒരുപാട് കപ്പാസിറ്റിയിൽ ട്രാൻസിറ്റ് ഷെഡുകൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിഗർ വരക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് വരക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ അതിൻ്റെ തൊട്ടടുത്ത് ഇതാണ് ക്വേ വാള്, ഇതാണ് നമ്മുടെ ലോഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ടെമ്പററി ആയിട്ടൊരു സ്റ്റോറേജ് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള ക്രെയിൻ, അല്ലേ, ഇപ്പോൾ ഷിപ്പിൽ വന്നേക്കുന്ന കാർഗോസിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. ഇതിവിടെ നമുക്ക് റെയിൽ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, അല്ലേ. റെയിൽസ്, ട്രോളീസ് ഒക്കെ വെച്ചിട്ട് നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിച്ചിട്ട് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റായിട്ട് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഷെഡിൻ്റെ അകത്ത് നമ്മളൊരു റോഡ് വേ കൊടുക്കുന്നുണ്ട്, അല്ലേ. അപ്പോൾ നമ്മുടെ ആ ട്രക്കിനൊക്കെ കറക്റ്റ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു റെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി വന്നിട്ട് ഇതിൻ്റെ അകത്ത് കൂടി കയറി 2 സൈഡിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാനോ അൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു റെയിലുണ്ട്, ഇവിടേക്ക് ഒരു റെയിലുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി കണക്റ്റഡ് ആയിരിക്കും. ഗുഡ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സിമ്പിളായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അടുത്ത കൺസ്ട്രക്ഷൻ റിക്വയർമെൻറ്റ്സ് ഓഫ് ട്രാൻസിറ്റ് ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്? ഒന്ന്, റാപ്പിഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഡോർസ് വേണം. പിന്നെ ലൈറ്റ് ആൻഡ് ഫയർ പ്രൂഫ് കൺസ്ട്രക്ഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റിയ ഡോർസ് വേണം ട്രാൻസിറ്റ് ഷെഡിൽ. അതേപോലെ ലൈറ്റ് ആൻഡ് ഫയർ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി, ഒരുപാട് ലൈറ്റ് അകത്തേക്ക് കടക്കാതിരിക്കാനും ഫയർ റെസിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫയർ പ്രൂഫ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വേണം നമ്മൾ കൊടുക്കാൻ. ആംപിൾ ലൈറ്റിംഗ്, അതായത് എക്സ്ട്രാ ലൈറ്റിങ്സ് ഒന്നും ഇടാതെ നമുക്ക് ഓപ്പൺ സൺലൈറ്റ് തന്നെ അത്യാവശ്യം അതിൻ്റെ അകത്തേക്ക് കിട്ടുന്ന രീതിയിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പേക്കായിട്ടുള്ള ഷീറ്റ്സ് മുകളിൽ യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ വേണം യൂസ് ചെയ്യാൻ. ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ബി അഡ്ജസൻറ്റ് ടു ക്വേ. എന്താണ് ക്വേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ലോഡിങ് അൺലോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്വേ. അപ്പോൾ ക്വേ തൊട്ടടുത്തായിരിക്കണം നമ്മൾ ഈ ട്രാൻസിറ്റ് ഷെഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ബിഗ് കപ്പാസിറ്റി ഫോർ സ്റ്റോറിങ് ഇൻകമിംഗ് ഗോയിങ് കാർഗോസ് അറ്റ് സെയിം ടൈം. ഒരേ സമയത്ത് ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ആയിട്ടുള്ള കാർഗോസിനെ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കപ്പാസിറ്റി ഉണ്ടാവണം. റോഡ്സ് ആൻഡ് റെയിൽ ഫെസിലിറ്റി ഫോർ ക്വിക്ക് ട്രാൻസിറ്റ് ഓഫ് കാർഗോ. ഈ ട്രാൻസിറ്റിൻ്റെ തൊട്ടടുത്തും പുറത്തുമായിട്ട് റോഡും റെയിൽ ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, പെട്ടെന്ന് കാർഗോസിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അഡിക്വേറ്റ് നമ്പർ ഓഫ് പോർട്ടബിൾ ക്രെയിൻസ് ഫോർ ഹാൻഡ്ലിംഗ് കാർഗോ. അപ്പോൾ ഈ വലിയ ഗുഡ്സിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമുക്ക് ക്രെയിൻസിൻ്റെയൊക്കെ ഹെൽപ്പ് വേണം. അപ്പോൾ അഡിക്വേറ്റ് നമ്പർ ഓഫ് ക്രെയിൻസ് അവിടെ ആവശ്യമുണ്ട്. പിന്നെ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്സ് വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും, ക്ലീനിങ് പർപ്പസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് ട്രാൻസിറ്റ് ഷെഡിൽ വരുന്നത്. ഇനി അടുത്തത് വെയർ ഹൗസ്. ഇപ്പോൾ വെയർ ഹൗസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ് യൂഷ്വലി പ്രൊവൈഡഡ് ഓൺ ഷോർ ഓർ ഡയറക്റ്റ് ബിഹൈൻഡ് ട്രാൻസിറ്റ് ഷെഡ് ഫോർ ഗുഡ്സ് ടു ബി സ്റ്റോർഡ് ഫോർ ലോങ്ങർ പീരീഡ് ഓർ ഫോർ ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ് ഡ്യൂറേഷൻ. അപ്പോൾ വെയർ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെർമനൻറ്റ് സ്ട്രക്ചറാണ്. അത് യൂഷ്വലി ട്രാൻസിറ്റ് ഷെഡൊക്കെ കഴിഞ്ഞ്
അതിൻ്റെ പുറകിലൊക്കെ ആയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഗുഡ്സിനെ ലോങ്ങർ പീരീഡിൽ ഒരു ഡെഫിനിറ്റോ ഇൻഡെഫിനിറ്റോ ആയിട്ടുള്ള ഡ്യൂറേഷനിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസിറ്റ് ഷെഡ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റോറേജ് ഗോ ഡൗൺസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ വലിയൊരു ഷിപ്പിൽ നിന്ന് വരുന്ന ഒരു ഫുൾ ലോഡ് കാർഗോസ് നമ്മൾ ആദ്യം ട്രാൻസിറ്റ് ഷെഡിലേക്ക് മാറ്റും. അവിടെ നിന്ന് സോർട്ട് ചെയ്ത് കറസ്പോണ്ടിങ് വെയർ ഹൗസിലേക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ അവിടെ നമ്മൾ സോർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അത് ചിലപ്പോൾ പതുക്കെ ഓരോ പോയിന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ളതായിരിക്കും. അപ്പോൾ അത് കുറേ ലോങ്ങർ പീരീഡ് ഡെഫിനിറ്റോ ഇൻഡെഫിനിറ്റോ ആയിട്ടുള്ള പീരീഡിന് വേണ്ടി അവിടെ ഉണ്ടാവും. ഇത് മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആകും. ഇതിപ്പോൾ ഒരു സ്റ്റോറി ഒന്നുമല്ല, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയിരിക്കാം ഈ ഒരു വെയർ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ പല പോയിന്റിലും നമ്മൾ ക്രെയിൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സീൻ്റെ തൊട്ടടുത്തായിട്ട് ക്വേ വാളുണ്ട്, ക്വേ ഉണ്ട്, അതിനൊക്കെ സൈഡിലായിട്ട് ട്രാൻസിറ്റ് ഷെഡ്, അതിൻ്റെ പുറകിലായിട്ടായിരിക്കും നമ്മുടെ വെയർ ഹൗസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. വെയർ ഹൗസിൻ്റെ അകത്ത് നമ്മൾ റോഡ് ഫെസിലിറ്റി കൊടുക്കും, കാരണം പെട്ടെന്ന് നമുക്ക് ക്വിക്ക് ആക്സസ് ലോഡിങ് അൺലോഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെയാണ് ഒരു വെയർ ഹൗസിൻ്റെ പടം. ഒരു ഇച്ചിരി ഹ്യൂജ് സ്ട്രക്ചർ ആയിരിക്കും. അതേപോലെ പല ലെയറിലായിട്ട് നമുക്ക് ഈ ഗുഡ്സിനെയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി അതിനകത്തുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ട്രോളി വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രൊഡക്ട്സും ഗുഡ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതൊരു മോഡേൺ വെയർ ഹൗസിൻ്റെ ഒരു പിക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ട്രക്ക് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ ഉണ്ട്. അപ്പോൾ ട്രക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഇവിടെയൊക്കെ നമുക്ക് ഓപ്പണിങ്സ് ഉണ്ടാവും. അപ്പോൾ ഡയറക്റ്റായിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള മെറ്റീരിയൽസിനെയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് പല ലെയറിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പല ലെയേഴ്സായിട്ട് നമുക്ക് ഗുഡ്സിന് അറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കയറി പോകാനൊക്കെ ആയിട്ട് സ്റ്റെയർ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു മോഡേൺ വെയർ ഹൗസിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ആ വെയർ ഹൗസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കണം നോക്കാം. ഇറ്റ് ഈസ് യൂഷ്വലി ബിൽട്ട് ഓഫ് RCC വിത്ത് മെനി ഫ്ലോർസ് ആൻഡ് ദേ ആർ മെയ്ഡ് ഫയർ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് യൂഷ്വലി മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ്. യൂഷ്വലി RCC സ്ട്രക്ചറാണ്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിരിക്കും. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് അറേഞ്ച്മെൻറ്റ്സ് ലൈക്ക് ലൈറ്റ് ക്രെയിൻസ് may have to put at intermediate floor levels so as to reach top floor and bottom floor alike. അപ്പോൾ ലോഡിങ് അൺലോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രെയിൻ ഫെസിലിറ്റീസൊക്കെ നമ്മൾ ഇതിൻ്റെ പല ഫ്ലോറുകളിലും കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫ്ലോറിലാണ് കൊടുക്കുന്നത്, കാരണം ആ ക്രെയിൻ ഇൻ്റർമീഡിയറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനെ ടോപ്പ് ഫ്ലോറിനെയും ബോട്ടം ഫ്ലോറിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഗുഡ്സിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഇൻക്ലൂഡ് ബിൽഡിങ്സ് ഡെവോറ്റഡ് ടു സ്പെഷ്യൽ പർപ്പസ് സച്ച് എസ് ഗ്രെയിൻ സ്റ്റോറേജ്, മീറ്റ് സ്റ്റോറേജ് എക്സെട്ര. ഇതിൽ പല പോർഷനായിട്ടായിരിക്കും നമ്മൾ പല ഫ്ലോറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കേണ്ട കുറച്ച് ഫ്ലോറുകൾ അല്ലെങ്കിൽ ബിൽഡിങ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ, മീറ്റിൻ്റെ സ്റ്റോറേജ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു പോർഷൻ വേണം. അടുത്തത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് എക്യുപ്മെൻറ്റ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വിൽ ബി റിക്വയർഡ്. ഓരോ മെറ്റീരിയൽ സ്റ്റോറേജിന് വേണ്ടിയിട്ടും പല ടൈപ്പിലുള്ള കൺസ്ട്രക്ഷനും സ്പെഷ്യലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു വെയർ ഹൗസിൻ്റെ അത് വേണം. Bonded warehouse. It is used for storing suitable cargo remaining under custom authority until cleared. ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷിപ്സിലൊക്കെ വരുന്ന ഒരുപാട് കാർഗോസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഈ ബോണ്ടഡ് വെയർ ഹൗസ്. അത് കസ്റ്റംസ് വന്ന് വെരിഫൈ ചെയ്ത് അത് ഫുള്ളി സാങ്ഷൻ ചെയ്ത് ക്ലിയർ ചെയ്യുന്നവരെ നമ്മളത് സ്റ്റോർ ചെയ്യുന്നത് ഈ ബോണ്ടഡ് വെയർ ഹൗസിലായിരിക്കും. അപ്പോൾ ഓവറോൾ നമ്മുടെ ഒരു ഹാർബറിൻ്റെ ഔട്ട്ലുക്കാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ വാള്, ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഷിപ്സ് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ഷിപ്സിനെയൊക്കെ നിർത്താൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ട്രാൻസിറ്റ് ഷെഡ്. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസ് എന്തിനാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്? ലൈറ്റ് ഹൗസ് കാണുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് വരുന്ന ഷിപ്സിനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് ഇവിടെ ഒരു പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇതാണ് മരീന. ഇതാണ് നമ്മുടെ ടോപ്പ് സൈഡ് സ്റ്റോറേജ് വെയർ ഹൗസ് ആയിട്ട് വരുന്നത്. പിന്നെ കാണുന്ന ക്വേ വാളുണ്ട്, ലോഡിങ് അൺലോഡിങ് പ്ലാറ്റ്ഫോംസും ക്രെയിൻസും അങ്ങനെയുള്ളൊരു ഓവറോൾ ഔട്ട്ലുക്കാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. താങ്ക് യു.